പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് മുൻ ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പരാതി അതീവ ഗൗരവമുള്ളതെന്നും കെ. സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പരാതി കൊടുക്കാൻ മടിച്ച പലരുടെയും കഥ ആഭ്യന്തര വകുപ്പിനറിയാം. ആ പെൺകുട്ടികളുടെ മൊഴിയെടുക്കണം. രാഹുലിനെതിരെ പല പരാതികളും വി.ഡി. സതീശന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഒരു നിമിഷം പോലും നിയമസഭാ സാമാജികനായി തുടരാൻ അർഹതയില്ല. മുഖ്യമന്ത്രി അടിയന്തരമായി നിയമ നടപടിയെടുക്കണം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ എന്നല്ല വിഷയമെന്നും രാഹുൽ രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അന്തസ്സുണ്ടെങ്കിൽ നേതൃത്വം രാജിവെപ്പിക്കണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ പെൺകുട്ടി പീഡന പരാതി നൽകിയതിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചെങ്കിലും ചോദ്യം മുഴുവിപ്പിക്കും മുന്നേ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും ഇനിയും നിരവധി പെൺകുട്ടികൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. രാഹുലിന്റെ വിഷയത്തിൽ ഉയർന്നു വന്നത് ആരോപണങ്ങളായിരുന്നില്ല, നിരവധി തെളിവുകളാണ് ചാനലുകൾ വഴി പുറത്തുവന്നത്. ആ ഘട്ടത്തിൽ തന്നെക്കുറിച്ച് പുറത്തു വന്നത് വ്യാജ ഓഡിയോയാണെന്ന് പറയാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. പക്ഷേ അത്രയേറെ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടായിട്ടും പേരിനൊരു നടപടിയെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. എന്നിട്ട് എല്ലാ പൊതുവേദികളും കോൺഗ്രസ് രാഹുലിനെ കൊണ്ടുപോയി. ഇതൊക്കെ സാധാരണ സംഭവമാണെന്നും കാര്യമാക്കേണ്ടെന്നും പറഞ്ഞാണ് കെ. സുധാകരൻ രാഹുലിനെ ന്യായീകരിച്ചത്. കോൺഗ്രസിൽ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ടീം രാഹുലിനെ തിരികെ കൊണ്ടുവരാനായി ശക്തമായി വാദിച്ചു. അവർ ഉന്നയിച്ച പ്രധാന ചോദ്യം എവിടെ പരാതി എന്നായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയും നിരവധി പെൺകുട്ടികൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 3 പെൺകുട്ടികളുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരുന്നു. അതിലൊരു കുട്ടിയാണ് പരാതി നൽകിയത്. പരാതി വൈകിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല സമ്മർദ്ദം ഇരകൾ അനുഭവിക്കേണ്ടി വന്നു. പാർട്ടി നടപടി പ്രഖ്യാപിച്ച വി.ഡി. സതീശൻ, ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കെതിരെ രാഹുലിന്റെ അനുയായികൾ സൈബർ ആക്രമണം നടത്തി. കെ.സി. വേണുഗോപാലിന്റെ ഭാര്യയുടെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഇതൊരു ക്രിമിനൽ സംഘമാണ്. ഈ ക്രിമിനൽ സംഘത്തിന് ഒത്താശ ചെയ്യുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘമാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും വി കെ സനോജ് പറഞ്ഞു.